ആലപ്പുഴ മാന്നാറിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. 20 വയസ്സുണ്ടായിരുന്ന കലയെയാണ് 15 വർഷങ്ങൾക്ക് മുൻപ് കാണാതായത്. സംഭവത്തിൽ 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി. ശരണ്യ, 1.5 പതിറ്റാണ്ട് മുൻപ് നടന്ന സംഭവമാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു യുവതിയെ, ഒരു പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്? ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ നിലവിൽ അതിനുവേണ്ടിയുള്ള പരിശോധനകൾ, അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? മാന്നാർ എരവത്തൂർ സ്വദേശിനിയായ പെൺകുട്ടിയാണ്. അതായത് 20 വയസ്സുകാരിയാണ്. വിവാഹിതയായി എത്തിയ ശേഷം, അവളുടെ പേര് കല എന്നാണ്. വിവാഹിതയായി എത്തിയ ശേഷം പിന്നീട് കാണാതാവുകയായിരുന്നു. ഇത് സംബന്ധിച്ച് യാതൊരുവിധ പരാതിയോ ഭർത്താവ് അനിൽകുമാറോ കുടുംബമോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ സംഭവം നടന്ന് 15 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ഒരു ഊമക്കത്ത് ലഭിക്കുന്നു. ഈ കത്തിൽ ഈ പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണ് എന്നുള്ള വിവരം ആയിരുന്നു ഈ കത്തിന്റെ ഉള്ളടക്കം. തുടർന്ന് അമ്പലപ്പുഴ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനോട് ഇത് അന്വേഷിക്കാനായി ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയും അവർ നടത്തിയ അന്വേഷണത്തിൽ ആണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത്. അതായത് കുറ്റസമ്മതം നടന്നിട്ടുണ്ട് ഈ കേസിനകത്ത്. ഈ ഭർത്താവ് അനിൽകുമാർ ഇപ്പോൾ വിദേശത്താണ്. മാത്രമല്ല അനിൽകുമാറിന്റെ അടുത്ത ബന്ധുക്കളായ ആളുകൾ ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. തുടർന്ന് മാന്നാർ പോലീസിന്, അതായത് ഈ സംഭവം സ്ഥിരീകരണം ആയതോടുകൂടി മാന്നാർ പോലീസിന് കേസിന്റെ വിവരങ്ങൾ കൈമാറുകയും തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കുകൾ അടക്കം പരിശോധിക്കാനായിട്ടുള്ള തീരുമാനമായിട്ടുള്ളത്. ഇത് ആവശ്യപ്പെട്ടു, അതായത് ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RTOയ്ക്ക് കത്ത് നൽകിയിരുന്നു. ആ ഒരു സാങ്ഷൻ ലഭ്യമായിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായവും മാന്നാർ പോലീസ് നേടിയിരുന്നു. ആലപ്പുഴയിൽ നിന്നും ഫോറൻസിക് വിഭാഗത്തിന്റെ സംഘമടക്കം മാന്നാറിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഈ വീടിന്റെ സെപ്റ്റിക് ടാങ്കിനകത്താണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ കുറ്റസമ്മതം നടത്തിയ ആളുകൾ പോലീസിനോട് കൈമാറിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് ഉള്ള പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ നിർണായകമായത് ഈ ലഭ്യമായ ഒരു ഊമക്കത്ത് തന്നെയാണ്. അത് ഈ പെൺകുട്ടിയെ കാണാതായത് 20 വയസ്സാണ് കല വിവാഹിതയായി വരുന്നത്. അതിനുശേഷം കാണാതായതിനെ സംബന്ധിച്ച് പരാതികളൊന്നും വന്നില്ല എന്നടക്കമുള്ള ദുരൂഹതകളും ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ലഭ്യമായ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 15 വർഷത്തിന് ശേഷം കാണാതായ പെൺകുട്ടിയുടെ മരണം അത് കൊലപാതകമാണ് എന്നുള്ളൊരു കുറ്റസമ്മതത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും മൃതദേഹം വീട്ടിൽ തന്നെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത്. വീട്ടിൽ തന്നെയാണ് അത് അടക്കം. ഒരു ചെറിയൊരു സംശയം. ഇപ്പോൾ ഈ പെൺകുട്ടിയെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഈ 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരും ഈ പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ, അടുപ്പമുണ്ടായിരുന്നോ? അത് ഈ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? നിലവിലെ ഭാര്യ ഭർത്താക്കന്മാരുള്ള തർക്കം എന്നടക്കമുള്ള മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഇതിലേക്ക്, ഈ സംഭവത്തിലേക്ക് എത്തിച്ചതെന്നൊക്കെ അടക്കമുള്ള വിവരങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ചോദ്യങ്ങളും നിൽക്കുന്നുണ്ട്. എന്തായാലും അല്പം വരുന്ന മണിക്കൂറുകൾ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള എന്തൊക്കെയോ തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. പക്ഷെ അതിനകത്ത് അടുത്ത ബന്ധുക്കൾ, അതായത് സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഈ അനിൽകുമാറിന്റെ പിതാവിന്റെ സഹോദരന്റെ മക്കളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ്. ഈ പ്രതികളല്ല, ഈ കസ്റ്റഡിയിലുള്ളവരുടെ ഒന്നും പേരുവിവരങ്ങൾ ഇപ്പോഴും പോലീസ് പുറത്തേക്ക് വെച്ചിട്ടില്ല. ഈ അനിൽകുമാറിന്റെ ഭാര്യയാണ് കല എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഈ 15 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ അത് എന്തുമാത്രം കാര്യങ്ങൾ കണ്ടെത്താനാകും എന്നുള്ള ആകാംക്ഷയൊക്കെ എല്ലാവരും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇതിൽ തന്നെയാണ് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പരിശോധന ആരംഭിച്ചു എന്നാണ് ശരണ്യ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സെപ്റ്റിക് ടാങ്കിൽ തന്നെയാണ് ഈ മൃതദേഹാവശിഷ്ടമുള്ളതെന്നാണോ പോലീസും കരുതുന്നത്? കുറ്റസമ്മത മൊഴിയിൽ അങ്ങനെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ ആ വീടിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അതിന്റെ ആദ്യഘട്ടമായി സെപ്റ്റിക് ടാങ്ക് പരിശോധിക്കുമെന്നുള്ളതാണ്, അതിന്റെ പരിശോധന എന്നുള്ളതാണ്. പക്ഷെ എല്ലാ ഭാഗങ്ങളിലേക്കും പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് അത്തരത്തിൽ കണ്ടെത്താനായിട്ടില്ലെങ്കിൽ തന്നെ ആ വീടിന്റെ വിവിധ ഭാഗങ്ങളിലായി പരിശോധന ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്.
വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നടുക്കുന്ന വിവരങ്ങളാണ്, ഒരു വാർത്തയാണ് ആലപ്പുഴ മാന്നാറിൽ നിന്നും പുറത്തു വന്നത്. 15 വർഷം മുൻപ് ഈ 20 വയസ്സുകാരിയെ കൊന്നു കുഴിച്ചു മൂടിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഈ മൃതദേഹാവശിഷ്ടം ഈ സെപ്റ്റി ടാങ്കിൽ ഉണ്ട് എന്ന സൂചനകളുണ്ട്. ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന ഈ കലയുടെ ബന്ധുക്കളാണ്, ഭർത്താവും മറ്റു ബന്ധുക്കളുമാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പരിശോധന അവിടെ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയാണുള്ളത്.